ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ചേട്ടൻ്റെ വീട്ടിൽ പോകുവാണ്. ഇവിടെ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ഉള്ളൂ ചേട്ടൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ ഞങ്ങൾ ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് അങ്ങോട്ട് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ എന്നും കാർ ഇടുന്നിടത്തല്ല വണ്ടി ഇട്ടിരുന്നത്. എന്നും ഇടുന്നിടത്ത് വേറൊരു വണ്ടി കിടന്നതുകൊണ്ട് ഇന്നലെ മാറ്റിയായിരുന്നു ചേട്ടൻ ഇട്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് വണ്ടി എടുത്ത് പിന്നെ ഞങ്ങൾ പോകുവാണ്. ടൗണിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ ഉള്ളൂ ചേട്ടൻ്റെ വീട്ടിലേക്ക്. ഇതാണ് കട്ടപ്പന പോലീസ് സ്റ്റേഷൻ. കുന്തളംപാറ എന്ന സ്ഥലത്താണ് ചേട്ടൻ്റെ വീട് വരുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ടൗണിൽ നിന്നും പെട്ടെന്ന് എത്താവേ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 1.5 കിലോമീറ്ററും കൂടി ഉള്ളൂ. അപ്പോൾ ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് മാറിയാണ് വീട് വരുന്നത്. ടൗണിൽ തന്നെയല്ല, ടൗണിൽ നിന്ന് 1.5 കിലോമീറ്റർ ആണ് ഉള്ളതെങ്കിലും ടൗണിൽ തന്നെയല്ല വീട്, ഉള്ളിലേക്ക് കുറച്ച് മാറിയാണ് വീട് വരുന്നത്. അങ്ങ് അകലെ ഒരു മല കണ്ടോ, അതാണ് കുന്തളംപാറ മല. അപ്പോൾ നമ്മൾ ടൗണൊക്കെ വിട്ട് ചെറിയൊരു റോഡിലേക്ക് കയറി. ഇവിടെ നിന്ന് ഒത്തിരി ഒന്നുമില്ല, ഒത്തിരി ആൾക്കാർ താമസിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. നമ്മൾ ഇവിടെ നിന്നൊക്കെ നോക്കുമ്പം വീഡിയോ കാണുമ്പോൾ ഓർക്കും ഇതേതോ ഇടുങ്ങിയ സ്ഥലമാണല്ലോ എന്ന്. പക്ഷേ ഇടുങ്ങിയ സ്ഥലമൊന്നുമല്ല, ടൗണിൽ നിന്ന് വളരെ അടുത്താണ്. പഞ്ചായത്ത് റോഡ്, മുനിസിപ്പാലിറ്റി റോഡ് ആണ് കേട്ടോ ഇത്. ചേട്ടൻ്റെ അച്ഛൻ ഇവിടെ നിന്ന് നടന്നാണ് ടൗണിൽ വരുന്നത്. അവരൊക്കെ, നമുക്കാണെങ്കിൽ അത്ര നടക്കാൻ പറ്റത്തില്ല, പക്ഷേ അവരൊക്കെ പണ്ടുതൊട്ടേ ഇങ്ങനെ നടന്ന് ശീലമുള്ളത് കൊണ്ട് അവർക്കൊന്നും കുഴപ്പമൊന്നുമില്ല. അച്ഛൻ ഇവിടെ നിന്ന് ഞങ്ങൾ താമസിക്കുന്ന അവിടം വരെ നടന്നു വരും കേട്ടോ. നടക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇല്ല. എന്തായാലും നമ്മൾ വീടിൻ്റെ അടുത്ത് എത്താറായി. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഇത്. മലകളും ഒക്കെ കാണാൻ പറ്റും. നിറയെ ഏലവും ഒക്കെ ആയിട്ട് നല്ല സ്ഥലമാണ്. ഇങ്ങോട്ടൊക്കെ എന്ന് വെച്ചാൽ വേലിക്ക് പകരം നമ്മൾ നാട്ടുമ്പുറങ്ങളിലേക്കാണെങ്കിൽ വേലി കെട്ടുന്നത് മതിലൊക്കെ ആയിരിക്കുമല്ലോ. പക്ഷേ ഇവിടങ്ങളിൽ കൂടുതലും വേലിയായിട്ട് വരുന്നത് ഈ ചെമ്പരത്തിയാണ്. ചെമ്പരത്തി സൈഡിൽ കൂടെ നട്ടുപിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇങ്ങോട്ട് ഹൈ റേഞ്ചുകളിലേക്ക് കൂടുതലും അങ്ങനെയാണ്. ഇത് കണ്ടോ, നിറയെ വീടുകളുള്ള ഒരു സ്ഥലമാണ്. എൻ്റെ കല്യാണത്തിന് തൊട്ട് മുമ്പാണ് ഈ റോഡൊക്കെ ടാർ ചെയ്തത്. അങ്ങനെയാണ് ചേട്ടൻ പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ കുറേ ആയിട്ട് ടാറൊക്കെ ചെയ്ത് വണ്ടികളൊക്കെ ഇഷ്ടംപോലെ പോകുന്നുണ്ട്. അപ്പോൾ അനിയൻ്റെ വണ്ടി മുറ്റത്ത് കിടന്നത് കൊണ്ട് ഞങ്ങൾ മാറ്റിയിട്ടിട്ട് അങ്ങോട്ട് വരുവാണ് ചെയ്തത്. ഇതാണ് ചേട്ടൻ്റെ അമ്മ. എല്ലാവരും പുറത്തുണ്ടായിരുന്നു. ഇവിടെ എല്ലാവർക്കും പൂച്ചേനെയും ഡോഗ്സിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടൻ ചെന്ന വഴി തന്നെ ചെമ്പൻകുഞ്ഞിനെ എടുത്തു. ഇതാണ് ചേട്ടൻ്റെ നേരെ ഇളയ അനിയൻ സുജിത്ത്, വൈഫ് അർച്ചന, കുഞ്ഞുവാവ. ഇത് ഏറ്റവും ഇളയ ആള് സുമേഷ്. അച്ഛനെ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഫോട്ടോ എടുക്കാനാണെന്നും പറഞ്ഞ് ഞാൻ ഇരിക്കാൻ പറഞ്ഞതാണ്. അപ്പോൾ ഫോട്ടോ എടുക്കുകയെന്ന് ഓർത്താണ് കേട്ടോ അച്ഛൻ അവിടെ ഇരുന്നത്. പക്ഷേ ഞാൻ ആ സമയത്ത് ഒരു വീഡിയോ എടുത്തു. ഇവിടെ 2 ഡോഗ്സാണേ ഉള്ളത്. ഇത് പാറുക്കുട്ടി, ഇത് ടോബി. പാറുക്കുട്ടി ഇച്ചിരി കലിപ്പത്തിയാണ്, ടോബി ഭയങ്കര പാവമാണ്. സുജിത്ത് അപ്പോൾ അതിനെ പുറത്തിറക്കിയതാണ്. എനിക്ക് ഡോഗ്സിനെയൊക്കെ ഇഷ്ടമാണെങ്കിലും പിടിക്കാനൊക്കെ ഭയങ്കര പേടിയാണ്. ഇവരുടെ ബ്രദേഴ്സ് 3 പേരും സൂക്കാരാണ് കേട്ടോ. നമ്മുടെ നിവിൻ പോളിയുടെ ഒരു സിനിമയുണ്ടല്ലോ അതുപോലെ. സുനിൽ, സുജിത്ത്, സുമേഷ് എല്ലാവരും സൂക്കാരാണ്. സുജിത്തും അർച്ചനയും അഡ്വക്കേറ്റ്സ് ആണ് കേട്ടോ. അർച്ചനയ്ക്ക് വീഡിയോയിൽ വരാൻ കുറച്ച് മടിയായതുകൊണ്ടാണ് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാത്തത്. ഇതാട്ടോ വാവ, ഞങ്ങളുടെ കുടുംബത്തിലെ ഫസ്റ്റ് വാവയാണ്. രാഘവ് എന്നാണ് പേര്, രാഘു എന്നാണ് വിളിക്കുന്നത്. 1.5 വയസ്സ് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ ആണ് കേട്ടോ. ഈ വീഡിയോ അപ്പോൾ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്